തുടക്കം മുതൽ പറഞ്ഞ് അവസാനിച്ചതും മക്ബറയുമായി ബന്ധപ്പെട്ട് ഒരുപാടങ്ങ് വിഷയാവതരണം സംസാരിച്ചിട്ടുണ്ട്. എത്രത്തോളം മലപ്പുറം കോഴിക്കോട് ഭാഗത്തൊക്കെ ഹജ്ജിന് ഗൾഫിൽ പോകുന്നവർ പോലും മക്ബറയിൽ പോയിട്ടാ പോകുന്നത് എന്നൊക്കെ വിഷയാവതരകൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ വേറെയും ചോദ്യകർത്താക്കൾ ഉള്ളത് കൊണ്ട് തന്നെ ചോദിക്കാൻ തുടങ്ങിയത് നബിദിനവുമായിട്ടായിരുന്നു. പിന്നെ നിസ്കാരശേഷമുള്ള ദുആയ്ക്ക് ഒരു വ്യാജമായ വക്രമായ ഇമാമിങ്ങളുടെ ഉദ്ധരണികളൊക്കെ വളച്ചൊടിച്ച് നല്ലൊരു മറുപടി കൊടുക്കുകയും ചെയ്ത സ്ഥിതിക്ക് എന്റെ ചോദ്യം തൗഹീദുമായി ബന്ധപ്പെട്ടതാണ്. മക്ബറയിൽ പോക്ക് തുടങ്ങിയത് ഇന്നോ ഇന്നലെ അല്ല. സഹാബി പ്രമുഖന്മാർ പലരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അടുക്കൽ പോയ ചരിത്രം പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ വ്യക്തവും ആധികാരികമായി എഴുതി വെച്ചിട്ടുള്ളതാണ്. അത് മറുപടി പറയാൻ ഉദ്ദേശിക്കുന്ന ഫൈസൽ മൗലവിക്കും വിഷയം അവതരിപ്പിച്ച ഹക്ക് മൗലവിക്കൊക്കെ അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്റെ ഒരു ചോദ്യം, പ്രമുഖനായ ഒരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുടെ ഖബറിന്റെ അടുക്കൽ വന്ന് മഴ തേടിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇബ്നു കസീർ ആ വിഷയം ഉദ്ധരിച്ചിട്ടുമുണ്ട്. ഈ സഹാബിയെ കുറിച്ച് എന്തു പറയുന്നു? റസൂലുള്ളാന്റെ ഖബറിന്റെ അടുക്കൽ വന്ന് മഴ നേരിട്ടിന് മഴ ചോദിച്ചില്ലെങ്കിൽ അള്ളാഹുവിനോട് നബിയെ അങ്ങ് മഴ തേടണം എന്ന് മരിച്ചുപോയ, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ മരിച്ചുപോയ മുഹമ്മദ് നബിയുടെ ഖബറിന്റെ അടുക്കൽ വന്ന് ഒരു സഹാബി തേടിയിട്ടുണ്ട്. ഈ സഹാബിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇനി ഏതാണ് എന്ന് വിശാലമായി വിശദീകരിച്ച് പറയാനാണെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടെ, മറുപടി പറയുമ്പോൾ ഒന്ന് ഹ്രസ്വമാക്കിയാൽ നന്നായിരുന്നു എന്ന് സമയത്തിന്റെ പരിധി കൊണ്ട്. അപ്പൊ ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുക്കൽ വന്ന് ഒരു സഹാബി മഴ തേടി അല്ലെങ്കിൽ മഴ തേടാൻ വേണ്ടി റസൂലുള്ളാഹിനോട് ആവലാതി പറഞ്ഞു. ഈ സഹാബിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അൽഹംദുലില്ലാഹ്, ഒരു സഹാബിയും അങ്ങനെ ചെയ്തിട്ടില്ല. സ്വഹാബത്തിന്റെ പേരിൽ ഇല്ലാത്ത കഥകൾ പല കിതാബിലും പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒരൊറ്റ സ്വഹാബിയും നബിയുടെ ഖബറിൽ വന്ന് നബിയെ മഴ വേണമെന്നോ മഴയ്ക്ക് വേണ്ടി തേടണമെന്നോ പ്രാർത്ഥിക്കണമെന്നോ ഒരു സ്വഹാബിയും പറഞ്ഞിട്ടേ ഇല്ല. ഇബ്നു കസീറും ഉദ്ധരിച്ചിട്ടില്ല, ഒരു കിതാബിലും അങ്ങനെ ഇല്ല. അത് ഒരുപക്ഷെ അദ്ദേഹം മനസ്സിലാക്കിയിട്ട് അബദ്ധം പറ്റിയതായിരിക്കാം. നബിയുടെ ഖബറിൽ പോയിട്ടുണ്ട് സിയാറത്തിന് വേണ്ടി, ഞങ്ങളൊക്കെ പോകാറുണ്ട്, നമ്മളെല്ലാവരും പോവുകയും വേണം, എല്ലാവരും പോകണം. അത് സ്വഹാബത്തും താബിഈങ്ങളും ഒക്കെ ചെയ്തതാണ്. അത് ഇവിടെ വിശാദത്തിനും പറഞ്ഞു, ഖബർ സിയാറത്ത് സുന്നത്താണ്, നബി തങ്ങൾ പഠിപ്പിച്ചതാണ്. അലാ ഫസൂറുഹാ, നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യണം, അത് സുന്നത്താണ്. മരണം ഓർക്കാനാണ് ഖബർ സിയാറത്ത്. ഇവിടെ ആക്ഷേപിച്ചത് ഖബർ സിയാറത്തിന്റെ മറവിൽ തൗഹീദിന് വിരുദ്ധമായി ശിർക്കൻ വിശ്വാസങ്ങൾ കൊണ്ടെടുക്കുന്ന ധാരാളം പ്രവണതകൾ സമൂഹത്തിലുണ്ട്. അതുകൊണ്ടാണ് അതിനെയാണ് ആക്ഷേപിച്ചത്. അതിനെയും ആക്ഷേപിക്കുകയും ചെയ്യും. കാരണം അത്തരം ഖബർ സിയാറത്തല്ല. രോഗം സുഖപ്പെടാൻ, സന്താനം ഉണ്ടാകാൻ, കടം വീടാൻ, ജോലി ശരിയാവാൻ, വിസ കിട്ടാൻ ഒക്കെയായി ഖബറിൽ പോകുന്ന രീതി, അങ്ങനെ രീതി ഇല്ല. ഖബറിൽ പോകൽ പരലോകം എന്ന ബോധമുണ്ടാവാനാണ് ഖബറിൽ പോകേണ്ടത്. മഴ കിട്ടാൻ ഖബറിൽ പോകാൻ പറഞ്ഞിട്ടില്ല. ഒരു സ്വഹാബിയും അങ്ങനെ ചെയ്തിട്ടുമില്ല. സ്വഹാബി ഖബറിൽ പോയി നബിയെ താങ്കൾ മഴ തേടണം എന്ന് പറഞ്ഞ രൂപത്തിൽ ഒരു റിപ്പോർട്ട് എവിടെയും വന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ സ്വഹാബിമാർ ചെയ്യാത്ത, താബിഈങ്ങൾ ചെയ്യാത്ത രീതി അത് ശരിയല്ല. ഒരു കാര്യം കൂടി പറയട്ടെ, മറുപടി നീട്ടുന്നില്ല, പരമാവധി ചുരുക്കാൻ ശ്രമിക്കുന്നില്ല. എന്നാലും 10 മണി വരെ സമയമുണ്ട്. ഇൻഷാല്ലാഹ് 1.5 മണിക്കൂർ നമുക്കുണ്ട്. നമുക്കിന്ന് സാങ്ഷൻ 10 മണി വരെയാണ്, 9 മണിക്ക് നിർത്തുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ സമയത്തെ പറ്റി ആശങ്കപ്പെടേണ്ട. ഇൻഷാല്ലാഹ് 10 മണി ഞങ്ങൾ സാങ്ഷൻ ഉണ്ട്. അതുവരെ ഇൻഷാല്ലാഹ് സമയമുണ്ട്, വിരോധമൊന്നുമില്ല. മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഇൻഷാല്ലാഹ് നമുക്ക് 10 മണി വരെ മുന്നോട്ട് പോകാം. അപ്പൊ ഏതായിരുന്നാലും ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് ഷാഫി മദ്ഹബിലെ പ്രഗത്ഭനാണ്. അദ്ദേഹത്തിന്റെ അൽ അംറു ബിൽ ഇത്തിബാഇ അദ്ദേഹം പറയുന്നു, വഅന്ന സ്വഹാബത വഖദ് അജ്ദബു മർറാത്തിൻ വദഹമതുഹും നവാഇബ ബഅദ മൗതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹല്ല ജാഉ വസ്തസ്ഖൗ വസ്തഗാസു ഇൻദ ഖബ്രിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം സുയൂത്തിയുടെ വാചകമാണ്, വഅന്ന സ്വഹാബത വഖദ് അജ്ദബു മർറാത്തിൻ, സ്വഹാബിമാർക്ക് പലപ്പോഴായി ക്ഷാമം ഉണ്ടായിട്ടുണ്ട്. പ്രവാചകന്റെ വഫാത്തിനു ശേഷം സ്വഹാബിമാർക്ക് പല കാല വിപത്തുകളും ബാധിച്ചിട്ടുണ്ട്. എന്നിട്ടും അവരാരും പ്രവാചകന്റെ ഖബറിൽ വരികയോ മഴയെ തേടുകയോ അതേപോലെ ഇസ്തിഗാസ ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഫഖ്തദി അയ്യുഹൽ മുസ്ലിം ഇൻ കുൻത അബ്ദല്ലാഹ് ബിസലഫിക സ്വാലിഹ്, അതുകൊണ്ട് അല്ലയോ മുസ്ലിമേ
നീ അള്ളാഹുവിന്റെ അടിമയാണെങ്കിൽ സലഫു സ്വാലിഹീങ്ങളുടെ സച്ചരിതരായ മുൻഗാമികളുടെ ആ മാർഗമാണ് നീ പിൻപറ്റേണ്ടത് എന്ന് ഇമാം സുയൂത്തി അദ്ദേഹത്തിന്റെ അൽ-അംറു ബിൽ ഇത്തിബാഅ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് ചുരുക്കത്തിൽ സ്വഹാബിമാരും ഖബറിൽ പോയിട്ടില്ല. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ മറുപടിയെ കുറിച്ച് നിങ്ങൾ പ്രയോഗം നടത്തി. അവിടെ ഞാൻ ഇബാറത്തുകൾ പിന്നെ കൂട്ടിമാറ്റി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആകെ ഒരു ഇബാറത്തെ ആകെ പറഞ്ഞുള്ളൂ. ആകെ ഒരു ഇബാറത്ത് തഫ്സീർ ബഹറുൽ മുഹീത്തിലുള്ള ഇബാറത്ത്. അത് ഞാൻ വല്ലതും കൂട്ടിമാറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇന്ന ഭാഗം ഞാനതിൽ ഇല്ലാത്തതിന്റെ കടത്തി കൂട്ടിയെന്നോ അർത്ഥം മാറ്റിയെന്നോ വല്ലതുമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അപ്പൊ വെറുതെ ഒരു സമൂഹത്തെ ഇത്രയും ആളുകൾ നോക്കി നിൽക്കെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സദസ്സിന് മുമ്പിൽ വന്ന് എന്തെങ്കിലും പറയുന്നത് ശരിയല്ല എന്ന് കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. അത് ഞാൻ മറുപടി പറയാം. അതിനു മുമ്പ് ഞാൻ പറഞ്ഞു ഒരു സഹാബി വര്യൻ റസൂലുള്ളാഹിന്റെ ഖബറിനടുക്കൽ പോയി. നിങ്ങൾ പറഞ്ഞു പോയില്ല. എന്നാൽ അസാബന്നാസ കഹ്തും ഫീ സമനി ഉമറ ഫജാഅ റജുലുൻ ഇലാ ഖബരി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തസ്ഖില്ലാഹ ലി ഉമ്മതിക ഫഇന്നഹും ഖദ് ഹലകൂ എന്ന് പറഞ്ഞ ഇബാറത്ത് എവിടെ? അതിനെ കുറിച്ച് വിശദീകരിക്കുക. സ്വഹാബിയല്ല നിങ്ങളിപ്പോ പറഞ്ഞു അല്ലാഹു അല്ല ഇബ്നു കസീർ പറഞ്ഞു ഹാരിസ് ഇബ്നുൽ മുസ്നി. നിങ്ങൾ എടുക്ക് അൽ ബിദായത്തു വന്നഹാ എടുക്ക്. നിങ്ങൾ എടുക്ക് അൽ ബിദായത്തു. നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ എടുക്ക്. നിങ്ങൾ എടുക്ക് കിതാബ് എടുത്ത് നിങ്ങൾ കാണിക്ക്. ഞാൻ കാണിച്ചു തരും. മുഖാമുഖത്തിന് വന്ന് നിങ്ങൾ കിതാബ് എടുക്ക്. ഞാൻ കാണിച്ചു തരും. മുഖാമുഖത്തിന് വന്ന നിങ്ങൾ കിതാബ് എടുക്ക്. ഞാൻ കാണിച്ചു. നിങ്ങളില്ലാത്ത വായിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അതെന്താ നിങ്ങളത് കാണിക്കേണ്ടത്? ഞാൻ പറയും ലോകത്ത് മുസ്ലിം കേൾക്കി നിങ്ങളത് കിതാബ് എടുത്തത് ഞാനല്ലോ. നിങ്ങൾ കിതാബുകളെ ഇല്ലാത്ത വായിക്കുന്നത് ഞാൻ കിതാബ് എടുക്കാൻ പറയും. നിങ്ങളത് കൊണ്ടുവരേണ്ടത്. ഞാൻ പറയും ലോകത്ത് ഒരു കിതാബിലും ഇല്ല. മുസ്ലിം കേൾക്കി അവിടെ കേട്ടിട്ട് പറഞ്ഞു അവിടെ ഇരിക്കി. അതേ ഇരിക്കി കേട്ടിട്ട് പറഞ്ഞോളൂ. സമയം തരാം. ഇരുന്നോളി. ഞാൻ പറയുന്നു ഒരു സ്വഹാബി നബിയുടെ ഖബറിൽ ചെന്ന് മഴയെ തേടി എന്ന് ലോകത്ത് ഒരു കിതാബിലും ഇല്ല. ഒരു കിതാബിലും ഇല്ല. തീർത്തു പറയുന്നു. ഇബ്നു കസീർ എന്നല്ല ഏത് കിതാബ് എടുത്താലും ശരി നബിയുടെ സ്വഹാബിയായ ബിലാൽ ഇബ്നു ഹാരിസ് അൽ മുസ്നിയോ അല്ലാത്ത സ്വഹാബിയോ ആരുമാവട്ടെ ആ സ്വഹാബി നബിയുടെ ഖബറിൽ ചെന്ന് മഴയെ തേടി എന്നൊരു കിതാബിൽ ലോകത്തില്ല. നിങ്ങളാണ് ഉണ്ടെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇല്ല. അപ്പൊ എന്നോട് പറയാം കിതാബ് എടുക്കും. നിങ്ങളത് എടുക്കേണ്ടത്. നിങ്ങൾ ഏത് കിതാബ് വായിക്കുന്ന നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിൽ ഞാൻ കൊണ്ടുവരും. ഉറപ്പല്ലേ? നിങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞാൻ ഇന്ന കിതാബ് വായിക്കും എന്ന് രാവിലെ വിളിച്ച് അറിയിക്കുകയാണെങ്കിൽ ഞാൻ കൊണ്ടുവരും. നിങ്ങൾ കിതാബിന്റെ പേര് പറയാ അതിലുണ്ടെന്ന് നിങ്ങൾ ഉദ്ധരിക്കുക. ഞാൻ പറയാൻ അങ്ങനെ ഇല്ല. അപ്പൊ സ്വാഭാവികം നിങ്ങളാണ് കാണിക്കേണ്ടത്. ഞാൻ പറയുന്നു 10 മണി സമയമുണ്ട്. നിങ്ങൾ കൊണ്ടുവന്നോളൂ. ബിദായ വന്നിഹായുടെ 7-ാം വാള്യത്തിലാണ് നിങ്ങൾ ഉദ്ദേശ ഭാഗം ഉള്ളത്. ബിദായ വന്നിഹായുടെ 7-ാം വാള്യത്തിലാണ് നിങ്ങൾ ഉദ്ദേശ ഭാഗം. ഹിജ്റ 18-ാം വർഷത്തെ ചരിത്രം പറയുന്നിടത്ത് കൊണ്ടുവന്നോളൂ. അങ്ങനത്തെ വിഷയമേ അതിലില്ല. ഈ പറഞ്ഞോളൂ. മുഖാമുഖം എന്നത് നിങ്ങൾക്കറിയാം. കേരളത്തിൽ കുറെ മുഖാമുഖം നടന്നു. സുന്നികളുടെ മുഖാമുഖം നടന്നു. കുറെ കിതാബ് കാണും. ഇവിടെ ഉള്ളത് കുറെ മലയാളം പരിഭാഷയും കുറെ ഡയറിയും ലൈബ്രറിയും കുറെ പുസ്തകങ്ങളാണ്. നിങ്ങൾ അൽ ബിദായത്ത് വന്നിഹ എടുക്കൂ. നിങ്ങളാണ് മുഖാമുഖത്തിന് വന്നവർ. നിങ്ങളാണ് പണ്ഡിതന്മാരായി വന്നവർ. ഞങ്ങൾ ചോദ്യകർത്താക്കളാണ്. അൽ ബിദായത്ത് വന്നിഹ നിങ്ങൾ എടുക്കൂ. ഞാൻ കാണിച്ചു തരാം. അസാബന്നാസ കഹ്തും ഫീ സമനി ഉമറ ഫജാഅ റജുലുൻ ഇലാ ഖബരി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തസ്ഖില്ലാഹ ലി ഉമ്മതിക ഫജാഅ റജുൽ ആറാ റജുൽ ഹാരിസ് ഇബ്നുൽ മുസ്നി അൽ ബിദായത്തു വന്നിഹായിലുണ്ട്. കിതാബ് കാണിച്ചു തന്നാൽ മൗലവി ഞാൻ വ്യക്തമായി ഞാൻ നിങ്ങൾക്ക് വായിച്ചു കാണിച്ചു തരാം. ഇല്ലെങ്കിൽ പരാജയം നിങ്ങൾ സമ്മതിക്കൂ. സുഹൃത്തെ, നിങ്ങളെ കാണിക്കേണ്ട ആള് ഞാനാണോ? നിങ്ങൾ കിതാബ് ഇല്ലാത്ത പറഞ്ഞു അതിന് ഞാൻ കാണിക്കണം. എന്ത് ന്യായതള്? ഇവിടെ കിതാബില്ല. നിങ്ങളത് വായിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ രാവിലെ വിളിച്ചറിയിക്കണം. ഞാൻ ഇന്ന കിതാബ് വായിക്കും. ഇരിക്കും. നിങ്ങൾ വെറുതെ ശാന്തമായി പറഞ്ഞോളി. ശാന്തം. ഞാൻ പറയുന്നു മുസ്ലിയാരെ ഏതായിരുന്നാലും നിങ്ങൾ പോയിട്ട് നിങ്ങൾ നോക്കിക്കോളി. ഇവിടെ എന്തെങ്കിലും ആവട്ടെ. അദ്ദേഹം കേൾക്കട്ടെ. അദ്ദേഹം ശ്രദ്ധിക്കട്ടെ. സുഹൃത്തെ, അദ്ദേഹം കേൾക്കട്ടെ. ഉസ്താദെ, നിങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത് അങ്ങനെ ഉണ്ട് എന്നാണ്. നിങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ട് എന്നാണ്. നിങ്ങൾ കേൾക്കി. ഞാൻ പറയുന്നു ലോകത്ത് അൽ ബിദായത്തു വന്നിഹായ നിങ്ങൾ ഏത് കോപ്പി എടുത്താലും ആ കിതാബിൽ ബിലാൽ ഇബ്നു ഹാരിസ് അൽ മുസ്നി എന്ന സ്വഹാബി നബിയുടെ ഖബറിൽ പോയി ഇസ്തസ്ഖിലി ഉമ്മത്തിക എന്ന് പറഞ്ഞു എന്നില്ല. ഞാൻ പറയുന്നു ശരി, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത് നിങ്ങൾ ആത്മാർത്ഥമായി പറഞ്ഞതാണെങ്കിൽ തുറന്നുള്ള ജീവിതത്തിലെങ്കിലും നിങ്ങൾ പഠിക്കുക, നിങ്ങൾ അന്വേഷിക്കുക. ആത്മാർത്ഥമായ അന്വേഷണം ബോധ്യപ്പെടും അങ്ങനെ ഇല്ല. ഇനി എന്താ ബിലാലിൽ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം.
ബിദായത്തുൻ നിഹായയിൽ ഉള്ള ഞാൻ പറഞ്ഞു തരാം, അതിൽ നിങ്ങൾ പറഞ്ഞതല്ല. ഇവിടെ കിതാബില്ല സുഹൃത്തെ. അത് ശരി, ഞാൻ ലോകത്തെ എല്ലാ കിതാബും കൊണ്ടുവരാം, ലോകത്തെ എല്ലാ കിതാബും ഞാൻ കൊണ്ടുവരുന്നത് അത് എന്ത് ന്യായമാണ്? അത് ശരി. ഏറ്റവും ചെറിയ ചോദിക്കാൻ വരുന്ന ആ ഒന്നുണ്ടെന്നാ പോരെ, ചോദിക്കാൻ വരുന്ന ഒരാൾക്ക് ഒന്ന് കൊണ്ടുവന്നാ പോരെ. അപ്പൊ അതിന് ബോധ്യമാണ് എന്ത് അങ്ങനെ ലോകത്തില്ല. ആ ശ്രദ്ധിച്ചോളി ശ്രദ്ധിച്ചോളി, നിങ്ങൾ ഇരിക്കും ഒന്നുമില്ല, ഉസ്താദ് ചോദിച്ചോ, കുഴപ്പമില്ല. ഏറ്റവും ചുരുങ്ങിയത് ഇവിടെ ചോദിക്കാൻ വരുന്ന ആളെ സംബന്ധിച്ച് ഏറ്റവും ചുരുങ്ങിയത് ആ ഒരു കിതാബും കൊണ്ട് വന്നാൽ മതിയല്ലോ. ഏത് കിതാബാണോ അവർ ചോദിക്കുന്നത് ആ കിതാബും കൊണ്ടുവന്നാൽ പോരെ. അതില്ല. ഞാൻ തീർത്തു പറയുന്നു, ലോകത്ത് ഒരു കിതാബിലും അങ്ങനെ ഇല്ല. ഒരു സ്വഹാബി നബിയുടെ ഖബറിൽ ചെന്ന് നബിയെ താങ്കൾ മഴ തേടണം എന്ന് സ്വഹാബി പറഞ്ഞ ഒരു സംഭവം ലോകത്ത് ഒരു കിതാബിലും ഇല്ല. അങ്ങനെ ഉണ്ട് എന്ന് ചോദ്യകർത്താക്കൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അവർക്ക് വരുമ്പോൾ ആ കിതാബുമായി വരാമല്ലോ. അങ്ങനെ ലോകത്തില്ല. അത് ഉണ്ട് എന്ന് വാദിച്ചവരാണ് തെളിവ് സ്ഥാപിക്കേണ്ടവർ. അല്ലാതെ ലോകത്തിലെ എല്ലാ കിതാബുമായി ഞങ്ങൾ വരണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ അവർ നേരത്തെ അറിയിക്കണമായിരുന്നു, നിങ്ങൾ ഇന്ന കിതാബുമായി ചോദ്യം വരും, നിങ്ങളത് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളത് വരാമായിരുന്നു. അതുകൊണ്ട് ഇനി ആ ചോദ്യം ചോദിച്ച ഉസ്താദ് ചെയ്യേണ്ടത് ഇനിയെങ്കിലും നിങ്ങൾ അന്വേഷിക്കുക, ആത്മാർത്ഥമായി അന്വേഷിക്കുക. അപ്പൊ ബോധ്യപ്പെടാൻ അങ്ങനെ ഇല്ലാതെ. ശരി, അൽഹംദുലില്ലാഹ്. നമ്മൾ ആദ്യം ചോദിച്ച ഉസ്താദ് ബിദായത്തുൻ നിഹായയുമായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ള സമയം അദ്ദേഹത്തെ കൊടുക്കൽ ഒരു മര്യാദയാണല്ലോ. നമ്മൾ പറഞ്ഞതാണ് 10 മണിക്ക് മുമ്പ് വരാൻ പറഞ്ഞാണ്. ഇപ്പൊ അദ്ദേഹം വന്നു, അൽഹംദുലില്ലാഹ്. അദ്ദേഹം വായിക്കാം. ഏതായാലും അൽഹംദുലില്ലാഹ്. ഇനി ഈരാറ്റുപേട്ടയിലുള്ള പ്രത്യേകിച്ച് മുജാഹിദിന്റെ പ്രവർത്തകരോട് വളരെ താഴ്മയായി പറയാം, നിങ്ങൾ സത്യത്തിൽ പണ്ഡിതന്മാരെ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടത് ഇതുപോലുള്ള മൗലവിമാരെയാണ്. അവരുടെ കയ്യിൽ പുസ്തകമില്ല, കിതാബില്ല. അവരേതൊക്കെയോ പുസ്തകങ്ങളുമായി വരുന്നു. അവരോട് സ്നേഹത്തോടെ പറയുന്നു, ഇനിയെങ്കിലും പൊന്നു മൗലവിമാരെ മുഖാമുഖത്തിന് പോകുമ്പോ കിതാബുമായിട്ട് പോകണം. ഏതെങ്കിലും മൗലവിമാരെ എഴുതിയ മലയാളം പുസ്തകം മാത്രം കൊണ്ടുപോകരുതെന്ന് താഴ്മയോട് ഉണർത്തി. കിതാബുണ്ടെങ്കിൽ വായിക്കും. അൽ ബിദായത്തു വന്നിഹായ മഹാനായ സയ്യിദുന ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ 2ാം ഖലീഫയാണ്. അദ്ദേഹം രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസ്സാബൻ നാസ കഹ്തും ഫീ സമനി ഉമർ ഫജാഅ റജുലുൻ ഇലാ ഖബരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തസ്ഖില്ലാഹ ലി ഉമ്മതിക ഫഇന്നഹും ഖദ് ഹലകു. അൽ ബിദായത്തു വന്നിഹായ കിതാബുണ്ട്, വേണമെങ്കിൽ കൊണ്ടുതരും. അതിനകത്തുള്ളത് ഫജാഅ റജുലുൻ, ആ റജുലാണ് ഇബ്നു കസീർ പറയുന്നു, ബിലാൽ ബിൻ ഹാരിസ് അൽ മുസ്നി. ഇല്ല, പറഞ്ഞിട്ടില്ല. അത് നിങ്ങളെ വകയാണ്. അത് ഞാൻ പറഞ്ഞത് അതതിലില്ല. ആദ്യം വായിച്ചുകൊണ്ട് രണ്ടാമത് പറഞ്ഞില്ല. നിങ്ങൾ എന്താ വിചാരിച്ചത്? അത് ശരി. അവസാനം വന്ന് ആ നോണ പിന്നെയും പറയാം. അങ്ങനെ ഇല്ല അതിന്. അത് വായിക്കും. നിങ്ങൾ അത് കിതാബ് കൊണ്ടുവന്നില്ല, അത് വായിക്കും. മൊബൈലല്ല, കിതാബ് എന്ന് വായിക്കും. കിതാബ് കൊണ്ട് പിന്നെ എന്തിനാ? ഈ കിതാബിന്റെ ഉദാഹരണമാണ് മൊബൈലിലുള്ളത്. ആ കിതാബ് എന്ന് വായിച്ചോളി. വായിക്കും. നിങ്ങൾക്ക് വായിക്കാൻ വയ്യേ? നിങ്ങൾക്ക് വായിക്കാൻ വയ്യേ? മുഖാമുഖത്ത് വന്ന ഞങ്ങളല്ലേ സുഹൃത്തായില്ലേ? അതിനില്ല. എന്തിനാ ഈ നാടകം? എന്നാ വായിക്കുന്നേ, എന്നാ വായിക്കുന്നേ. പിന്നെ എന്തിനാ കൊണ്ടുവന്നത്? അത് ശരി, നിങ്ങൾ എന്തിനാ കൊണ്ടുവന്നത്? വായിക്കി. ഞാൻ പറഞ്ഞത് ബിലാൽ ബിൻ ഹാരിസ് മുസ്നി ഖബറിൽ പോയി പറഞ്ഞത് വായിക്കുന്നേ. വെറുതെ നോണ പറയാ. നിങ്ങൾ വായിച്ചോളി. നിങ്ങൾ എന്തിനാ കിതാബ് കൊണ്ടുവന്നത്? നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ വായിച്ചുതരാം. സഹോദരങ്ങളെ, ബഹുമാനരായ മുജാഹിദ് സുഹൃത്തുക്കളെ, സദസ്സിലുള്ള ആളുകളെ, ദയവ് ചെയ്ത് അവിടെ ഇരിക്കണം. നമ്മുടെ സുഹൃത്ത്, നമ്മുടെ പണ്ഡിതൻ കിതാബുമായി വന്നിട്ടുണ്ട്. ഞാൻ വായിച്ച ഇബാറത്ത്
وقال الحافظ أبو بكر البيهقي أخبرنا أبو النصر بن قتادة أبو بكر الفارس قال حدثنا أبو عمر بن مطر حدثنا إبراهيم بن عزيز دهلي حدثنا يحيى بن يحيى حدثنا أبو معاوية عن الأعمش عن أبي صالح عن مالك رضي الله عنه റിപ്പോർട്ടാണ് أصاب الناس كهف في زمن عمر أنا أرتويت فجاء رجل إلى قبر النبي صلى الله عليه وسلم فقال يا رسول الله استسق الله لأمتك فإنهم قد هلكوا. സഹാബിയുടെ നിങ്ങൾ പറഞ്ഞ ബിലാൽ ബിൻ ഹാരിസ് സഹാബി അതെവിടെ പറഞ്ഞത്? അങ്ങനെ فأتاه رسول الله صلى الله عليه وسلم في المنام فقال إتي عمر فاقرأوا مني السلام. അദ്ദേഹത്തോട് ഉമർ അസ്സലാമു അലൈക്കും പറയാൻ റസൂലുള്ളാഹി സ്വപ്നത്തിൽ എന്ത് ചെയ്യാണ് പറയാണ്. فأخبره أنه مسكون فقلنا عليك بالقيس القيس فأتى الرجل فأخبر فقال يا ربي ما قالوا إلا ما إلا جسوا هذا إسناد صحيح. അവരുടെ ഇത് സഹീഹ അതായത് റസൂലുള്ളാഹി ഇത് ഇബ്നു കസീർ അതായത് മുജാഹിദ് ഞാൻ പറയട്ടെ റസൂലുള്ള വഫാത്തായി ഉമർ റളിയല്ലാഹു അൻഹു രാജ്യം ഭരിച്ചു. ആ സമയത്ത് അതിശക്തമായ വരൾച്ച എവിടെ ഉണ്ടായി? മദീന ഉണ്ടായി. ആ സമയത്ത് ഫജാ റജുലുൻ ഒരു പുരുഷൻ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് വന്നു. ഈ റജുൽ ആരാണ്? ഇത് ഹാരിസ് ബിൻ മുസ്ലി ഇബ്നു കസീർ അവിടെ ഞാൻ പറഞ്ഞത് ഇബ്നു കസീറിന്റെ ഇത് പറയട്ടെ അതായത് ഇബ്നു കസീറിന്റെ പുതിയതും പഴയതുമായ കിതാബുണ്ടല്ലോ. അങ്ങനല്ല ഞാൻ അൽബിദായത്ത് വന്നഹായ കൊണ്ടുവന്നു. അദ്ദേഹത്തിനുള്ള കിതാബാണ്, നമ്മളുള്ളതല്ല. ഇത് ഇബ്നു കസീർ അൽ-ബിദായത്ത് വന്നിഹായ 7-ാം വളർച്ച വിഷയം. ഇത്ര വർഷം 18-ാമത്തെ കുറച്ച് വിഷയങ്ങൾ പറയാണ്. അവിടെ ഒരാൾ വന്ന് ഇങ്ങനെ ചെയ്തു എന്നാണ് പറയുന്നത്. സഹാബിയാണ് എന്നില്ല, ബിലാൽ ബിൻ ഹാരിസ് ആണ് എന്നില്ല. സഹിയാണ്. ഇപ്പൊ നിങ്ങളിവിടെ വന്നു സഹിയല്ലേ? നിങ്ങളിവിടെ വന്നു സഹിയല്ലേ? എന്നപ്പോൾ സഹി ഒരാൾ വന്നു, അയാൾ വന്നു എന്ന് സഹിയാണ്. പക്ഷെ വന്ന് ചെയ്ത കാര്യമോ സഹിയാണോ എന്ന് വേറെ വിഷയം. അത് വെച്ചാൽ സഹാബിയല്ല. അദ്ദേഹം ഇവിടെ പറഞ്ഞ എന്താണ്? ബിലാൽ ബിൻ ഹാരിസ് എന്ന സഹാബി വന്ന് നബിയെ മഴയ്ക്ക് വിടുത്തേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കിതാബിലില്ല. ഇനി പഴയതുമില്ല, പുതിയതുമില്ല, ഉണ്ടാക്കിയതുമില്ല. ഈ കിതാബ് ഇപ്പൊ ഞാൻ എടുത്തോണ്ട് വന്ന എവിടുന്ന നമ്മുടെ പുത്തമ്പള്ളി പറയട്ടെ. ഇതിന്റെ അൽബിദായത്ത് വന്നിഹായന്റെ പുതിയ പ്രിന്റ് ഉണ്ട്. ഇത് പഴയ പ്രിന്റാണ്. അതിന് ഈ